ഹായ് സുഹൃത്തുക്കളെ, റാബൂസ് പോൾട്രി ഹൗസിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു വിളവെടുപ്പ് വീഡിയോ കണ്ടാലോ? നമ്മളെ വീട്ടിലെ കിച്ചണിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഒരുപാടൊന്നുമില്ല, ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട് നമുക്ക്. അവിടുത്തെ കൃഷി നമ്മൾ ഇന്ന് വിളവെടുക്കാൻ പോവുകയാണ്. ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വയലറ്റ് കാന്താരി. അധികം ആളുകളെ വീടുകളിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും ചിലർക്കൊക്കെ അറിയാം ഈ വയലറ്റ് കാന്താരിയെ. ഏകദേശം 3 കളറാണ് കാണിക്കാറ്. അപ്പോൾ ഇത് മൊട്ടിട്ട് വിരിയുന്ന സമയത്ത് നല്ല വൈറ്റ് കളറായിരിക്കും. അതിനുശേഷം ഇതൊരു മൂത്തൊരു പരുവത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ വയലറ്റ് കളറായിരിക്കും. പിന്നീട് അത് പഴുക്കാൻ തുടങ്ങി, പഴുത്ത് കഴിഞ്ഞാൽ ഒരു ചുവന്ന കളറിലേക്ക് മാറും. അപ്പം ഇത് നമ്മുടെ സാധാരണ പച്ചക്കാന്താരിയേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. പച്ചക്കാന്താരിയുടെ അത്ര ഒരു സ്പൈസി അല്ലെങ്കിൽ പോലും നമുക്കൊരു മുളക് ഒന്ന് ചമ്മന്തിയോ അല്ലെങ്കിൽ കറികളിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു മുളക് തന്നെയാണിത്. അതുപോലെ നമുക്ക് ഈ കാണുന്നതാണ് വൈദിന. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മൾ ഒരുവിധം ഏകദേശം ഒരു തക്കാളി, വെണ്ടക്ക, കൈപ്പക്ക അതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ വീടിൻ്റെ അടുക്കള ഭാഗത്തോട് ചേർന്ന് ഈ ഒരു ചെറിയ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, നമുക്ക് പച്ചക്കറികൾ വരുന്നത് ആന്ധ്ര, അതുപോലെ തമിഴ്നാട്, അങ്ങനെ പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്ന ഈ ഒരു പച്ചക്കറികളിൽ ഒരുപാട് കെമിക്കലുകളും മരുന്നുകളൊക്കെ അടിച്ച് നമുക്കത് അറിയാം. അതിൽ ഒരുപാട് മരുന്നുകളും കെമിക്കലൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്തുണ്ടാവും, ക്യാൻസർ പോലെയുള്ള പല രോഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മലബാർ ഏരിയകളിലും മറ്റ് കേരളത്തിൽ തന്നെ ഒരുപാട് എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഹോസ്പിറ്റൽ ആണ് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റൽ ബിസിനസ് കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒരിക്കലും ഈ ഒരു പച്ചക്കറികളിൽ നമുക്ക് ശുദ്ധമായ പച്ചക്കറികളും അതുപോലെ നല്ല നല്ല ഓർഗാനിക് പച്ചക്കറികളൊന്നും നമുക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു തീരുമാനത്തിലെത്തി, നമ്മളെ വീട്ടിൽ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കിക്കൂടാ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ, അതായത് തക്കാളി, പച്ചമുളക്, പടവലം, കൈപ്പക്ക, പാവക്ക, അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നൊരു ചിന്തയായിരുന്നു നമുക്ക് ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള നമ്മളൊരു മോട്ടിവേഷൻ. അപ്പോൾ നമുക്കറിയാം, അധികം ആളുകൾക്കും സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഫ്ലാറ്റുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഗ്രോ ബാഗിൽ നമുക്കിതുപോലെ നല്ലൊരു കൃഷി ചെയ്യാൻ പറ്റും. അത് പച്ചമുളകായിക്കോട്ടെ, തക്കാളി ആയിക്കോട്ടെ, ഒരു ഗ്രോ ബാഗിൽ നമുക്കൊരു തൈ നട്ടിട്ട് നമ്മൾ ആവശ്യമായ നമുക്ക് പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നുമില്ല, രാവിലെ ഉള്ള ചെറിയൊരു ഈ തോട്ടം നനക്കാനും തോട്ടത്തിലേക്കുള്ള വളമിടാനുള്ള ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നമുക്കിതാ നമ്മളെ ഈ ഹോസ്പിറ്റലുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്ന പൈസ നമുക്ക് ലാഭമായിരിക്കും. കാരണം നമുക്കിപ്പം ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് പച്ചക്കറിയിലൂടെയും പഴവർഗ്ഗങ്ങളിലൂടെയാണ്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി കഴിക്കുന്നത് പുറത്തുനിന്നാണ്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഒരുപാട് കെമിക്കൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തുണ്ടാക്കും, നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. അതുകൊണ്ട് നമുക്ക് ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു കൃഷിത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന പാവക്കയും ഈ ഒരു പയറും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ അസുഖങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് നമുക്കിപ്പം ഈ ഒരു നല്ലൊരു കൃഷിയിലൂടെ നമുക്ക് ഒരുപാട് വിളവെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളെ വീട്ടിലേക്ക് ഇപ്പോൾ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കൃഷികൾ ചെയ്യാനുണ്ട്. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കാരണം ഇങ്ങനെയുള്ള നല്ലൊരു മോട്ടീവായ വീഡിയോ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.